വില്ലേജ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതം ഒരു യുദ്ധക്കളം പോലെയാണ്. ഓരോ ദിവസവും പുതിയ പോരാട്ടങ്ങൾ, പുതിയ വെല്ലുവിളികൾ. ചിലപ്പോൾ പരീക്ഷയുടെ പേടി, മറ്റു ചിലപ്പോൾ കരിയറിലെ പിരിമുറുക്കം, സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗങ്ങൾ. ഇങ്ങനെ പല രൂപത്തിൽ ഈ പോരാട്ടങ്ങൾ നമ്മളെ തേടിയെത്തും. എന്നാൽ ഈ യുദ്ധത്തിൽ നാം തോൽക്കാൻ വേണ്ടിയുള്ളവരല്ല, വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. അതിനുവേണ്ട തന്ത്രങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം. നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്ത്രങ്ങളുടെ രാജാവായ ഒരു വ്യക്തിയുണ്ട്, ചാണക്യൻ. അദ്ദേഹത്തിന്റെ ബുദ്ധിയും ദൃഢനിശ്ചയവും ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കി. ചാണക്യൻ നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു വാക്യം, സൂര്യൻ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല, നിങ്ങൾ സമയത്തിനൊത്ത് മുന്നോട്ടു പോകണം. ഈ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിജയം എന്നതൊരു ഭാഗ്യമല്ല, അത് കൃത്യമായ തയ്യാറെടുപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമാണ്. ഇന്ന് നമ്മൾ ചാണക്യൻ ഒരു മികച്ച നേതാവാകാൻ പഠിപ്പിച്ച 8 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പഠിക്കാൻ പോകുന്നു. ഈ ഗുണങ്ങൾ ഒരു രാജ്യതന്ത്രജ്ഞന് മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമായവയാണ്. ഒന്നാമതായി, ഭയത്തെ മറികടക്കാൻ ഒരു യഥാർത്ഥ നേതാവിൻ്റെ ആദ്യ ഗുണം ധൈര്യമാണ്. പലരും വിചാരിക്കുന്നത് ധൈര്യം എന്നാൽ ഭയമില്ലായ്മയാണ് എന്നാണ്. എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ധൈര്യം എന്നത് ഭയം ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള മനസ്സിന്റെ ശക്തിയാണ്. ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയുടെ ഭയമുണ്ടാകാം, ഒരു ബിസിനസ്സുകാരന് സാമ്പത്തിക നഷ്ടത്തിന്റെ ഭയമുണ്ടാകാം. എന്നാൽ ഈ ഭയങ്ങളെ ധൈര്യത്തോടെ നേരിടുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിജയം സാധ്യമാകുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, ധീരത എന്നത് ഭയമില്ലായ്മയല്ല, ഭയത്തെ കീഴടക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വളരുമ്പോൾ അത് നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. ഒരു വലിയ പരാജയം സംഭവിച്ചാലും അതിനെ ധൈര്യപൂർവ്വം നേരിടുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ വഴി തുറന്നു കിട്ടും. ഒരു നല്ല നേതാവിന് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ വരുമ്പോൾ പോലും ധൈര്യം നഷ്ടപ്പെടാതെ തീരുമാനമെടുക്കാൻ സാധിക്കണം. ജീവിതത്തിൽ ധൈര്യം വളർത്തുക, അത് നിങ്ങളുടെ ഓരോ ചുവടിലും കരുത്തേകും. രണ്ടാമതായി, ധൈര്യത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഗുണമാണ് ദൃഢനിശ്ചയം. ഒരു കാര്യം ചെയ്യാൻ ധൈര്യമുണ്ടായിട്ടും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നവർ ധാരാളമുണ്ട്. ചാണക്യൻ പറയുന്നത്, വിജയം എന്നത് ഉറച്ച തീരുമാനങ്ങളിലൂടെയാണ് ജനിക്കുന്നത് എന്നാണ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ചെറിയ തീരുമാനങ്ങളിലൂടെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ നമ്മളെ തളർത്തുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ദൃഢനിശ്ചയമുള്ള ഒരാൾക്ക് ഈ പ്രതിസന്ധികൾ വെറും തടസ്സങ്ങൾ മാത്രമായിരിക്കും. അതിനെ മറികടക്കാനുള്ള വഴികൾ അവർ കണ്ടെത്തും. ഒരു തോൽവി സംഭവിച്ചാൽ പോലും ദൃഢനിശ്ചയമുള്ളവർ വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാകും. അവർക്കറിയാം ഓരോ വീഴ്ചയും ഒരു പുതിയ പാഠമാണ് എന്ന്. ഈ ഗുണം നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയായാലും, ഒരു വീട്ടമ്മയായാലും, ഒരു സംരംഭകനായാലും, ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിജയിക്കും. മൂന്നാമതായി, നേതാവിന് വേണ്ട വിജയത്തിന്റെ മറ്റൊരടിസ്ഥാന ഗുണം ജ്ഞാനമാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, അറിയാതെ നീ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നീ എവിടെയെങ്കിലും ചെന്നെത്തും. ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും, അത് വലുതായാലും ചെറുതായാലും, അറിവിന്റെ അടിസ്ഥാനത്തിലാകണം. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം, തൊഴിൽ രംഗത്തുള്ളവർക്ക് അവരുടെ മേഖലയെക്കുറിച്ചുള്ള അറിവ്, ഒരു കുടുംബനാഥന് കുടുംബം നയിക്കാനുള്ള അറിവ്, ഇതെല്ലാം ജ്ഞാനത്തിന്റെ ഭാഗമാണ്. ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ അറിവ് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നേടാൻ ശ്രമിക്കുക. ധൈര്യവും ദൃഢനിശ്ചയവും ഒരുപോലെ പ്രധാനമാണ് എന്നും അറിവില്ലെങ്കിൽ അവയൊക്കെ വെറും ഭ്രാന്തൻ സാഹസികതയായി മാറുമെന്നും ചാണക്യൻ പഠിപ്പിക്കുന്നു. ജ്ഞാനം ഒരു വഴികാട്ടിയെ പോലെ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. കൂടാതെ അപ്രതീക്ഷിത പ്രശ്നങ്ങളെ
വിവേകത്തോടെ നേരിടാൻ സഹായിക്കും. നാലാമത്തെ ഗുണം മറ്റുള്ളവരെ കരുതാനുള്ള മനസ്സാണ്. ഒരു നല്ല നേതാവിൻ്റെ ഗുണമാണിത്. ഇത് ധൈര്യത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഒരു നേതാവ് തൻ്റെ ടീമിനെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ കരുതാൻ പഠിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക, രോഗബാധിതരായ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പ്രചോദനം നൽകുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വലിയ മനുഷ്യരാക്കി മാറ്റും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, നീ സമൂഹത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുക, അപ്പോൾ മാത്രമേ നീ വിജയിക്കൂ. നിങ്ങളൊരു നേതാവാണ് എങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ കരുതുക. ഒരു കുടുംബാംഗമാണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കരുതുക. മറ്റുള്ളവരെ കരുതാനുള്ള മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണയും സ്നേഹവും വളരെ വലുതായിരിക്കും. അഞ്ചാമതായി, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ് തന്ത്രപരമായ ചിന്തനം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ നീ വിജയിച്ചവനാണ് എങ്കിൽ നീ യുദ്ധത്തിൽ ജയിക്കും. ഇത് ഏതൊരു ജീവിത സാഹചര്യത്തിലും സത്യമാണ്. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ നമ്മൾ ഒരു ചുവട് മുന്നിൽ ചിന്തിക്കണം. ഇതൊരു ഗെയിം പ്ലാനിംഗ് പോലെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിലേക്കെത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്യുക. ഏത് പ്രതിസന്ധികൾ വന്നാലും എങ്ങനെ അതിനെയെല്ലാം മറികടക്കാമെന്ന് മുൻകൂട്ടി കാണണം. തന്ത്രപരമായ ചിന്തനമില്ലാത്ത ധൈര്യവും ജ്ഞാനവും ഒരുപക്ഷെ നിങ്ങളെ അപകടത്തിലേക്ക് നയിച്ചേക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ വ്യക്തത നൽകുകയും ഓരോ ചുവടിലും ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. ആറാമതായി, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നന്മയും നീതിയും പാലിക്കുക എന്നുള്ളതാണ്. ചാണക്യന്റെ വാക്കുകളിൽ നീതിയും ധർമ്മവും പാലിക്കുന്നവരാണ് സത്യസന്ധമായ വിജയം നേടുന്നത്. ഒരു നല്ല നേതാവ് ഒരിക്കലും തെറ്റായ വഴികളിലൂടെ വിജയം നേടാൻ ശ്രമിക്കില്ല. കാരണം അങ്ങനെയുള്ള വിജയം താൽക്കാലികം മാത്രമായിരിക്കും. നിങ്ങൾ വിദ്യാർത്ഥിയാണ് എങ്കിൽ സത്യസന്ധമായി പരീക്ഷ എഴുതുക. ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ നീതിയോടെ കച്ചവടം ചെയ്യുക. ഒരു കുടുംബത്തിൽ സത്യസന്ധതയും നീതിയും പാലിക്കുമ്പോൾ മാത്രമേ പരസ്പര ബഹുമാനം ഉണ്ടാവുകയുള്ളൂ. ഈ ഗുണം നമ്മളെ സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും സമൂഹത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്തണമെന്ന് പറയുന്നത്. ഏഴാമതായി, ഒരു നേതാവിന് വേണ്ട ഗുണം ശക്തമായൊരു മനസ്സുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും മനസ്സിനെ ശക്തമാക്കി നിലനിർത്താൻ സാധിക്കണം. ചാണക്യന്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ വലുപ്പമല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധിയും നിങ്ങളെ തളർത്തുകയില്ല. ഒരു പരീക്ഷയിൽ തോറ്റാലും, ജോലി നഷ്ടപ്പെട്ടാലും, അല്ലെങ്കിൽ ഒരു ബന്ധം തകർന്നാലും മനസ്സിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്കതിനെയെല്ലാം മറികടക്കാൻ സാധിക്കും. മനസ്സിനെ പരിശീലിപ്പിക്കുക. കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. ചാണക്യൻ പഠിപ്പിച്ച എട്ടാമത്തെ ഗുണം അസ്ഥിരതകളിൽ പോലും സ്ഥിരത നിലനിർത്തുക എന്നതാണ്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റുപോയെന്ന് തോന്നാം, എല്ലാ പ്രതീക്ഷയും നശിച്ചെന്ന് തോന്നാം. എന്നാൽ ഒരു യഥാർത്ഥ നേതാവ്, ഒരു യഥാർത്ഥ വിജയി ഈ നിമിഷങ്ങളിൽ പോലും തളരുകയില്ല. കാരണം അവർക്കറിയാം ഓരോ വീഴ്ചയും ഒരു പുതിയ ഉയർച്ചയിലേക്കുള്ള പടിയാണ് എന്ന്. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, നീ അസ്ഥിരതയിൽ പതിക്കാൻ അനുവദിക്കരുത്. നീ എല്ലായ്പ്പോഴും ഉയരാൻ ശ്രമിക്കണം. നിങ്ങൾ ഒരു പരാജയത്തിൽ നിന്ന് പഠിക്കുമ്പോൾ അടുത്ത തവണ നിങ്ങൾ കൂടുതൽ ശക്തനായിരിക്കും. അതുകൊണ്ട് താൽക്കാലികമായ തോൽവികളെ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. ഇതാണ് ചാണക്യൻ നമ്മെ പഠിപ്പിച്ച ജീവിത വിജയത്തിൻ്റെ 8 തന്ത്രങ്ങൾ. ധൈര്യം, ദൃഢനിശ്ചയം, ജ്ഞാനം, കരുണ, തന്ത്രപരമായ ചിന്തനം, നന്മ, മനസ്സിൻ്റെ ശക്തി, സ്ഥിരത. ഈ ഗുണങ്ങൾ ഒരു നേതാവിന് മാത്രമല്ല,
ജീവിതത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വിദ്യാഭ്യാസ പ്രശ്നങ്ങളോ കുടുംബപരമായ തകർച്ചയോ ആരോഗ്യകരമായ വെല്ലുവിളികളോ ഉണ്ട് എങ്കിൽ ഈ പാഠങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കും. ഓരോ ദിവസവും ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇന്ന് തന്നെ ഒരു പുതിയ തുടക്കം കുറിക്കുക. വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ നിങ്ങൾ സജ്ജനാണ്. നിങ്ങൾ ശക്തനാണ്. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. വീണ്ടും ഒരു പുതിയ അറിവുമായി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.